ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിൾസോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ കൂടെ വേണ്ടത് ഇതാ രണ്ട് തക്കാളി വേണം. വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. പിന്നെ ഞാനൊരു 1/4 കപ്പോളം നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുണ്ട്. രണ്ടും അര ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 2 എണ്ണം ഇതുപോലെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കമുളകും ഉണ്ട്. പിന്നെ ഇനി കുറച്ച് സാധനങ്ങളൂടെ വേണം. അത് ഞാൻ ഇനി കുക്ക് ചെയ്യണ സമയത്ത് കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക് എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇത് ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയാനും പാടില്ല, എന്നാൽ അത്യാവശ്യം വേവും വേണം. ആ ഒരു രീതിയിലാവണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് ഇത്തിരി സമയം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നോക്കിയൊക്കെ തക്കാളി ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച തൈരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ അത് തിളയ്ക്കരുത്. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ആവശ്യമെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം ഞാനിതാ കറിവേപ്പില ഒന്ന് ഇതുപോലെ താത്തി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 2 തരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ഒരു നേരത്തെ കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഊണിന് ഇതാ മോരുകറി ഉണ്ട്. അതിന് കോമ്പിനേഷനായിട്ട് പപ്പടം കാച്ചിയിട്ടുണ്ട്, കൊണ്ടാട്ടമുളക് വറുത്തതുണ്ട്, പിന്നെ ഓംപ്ലേറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.